നമസ്കാരം. നമ്മളുടെ കുട്ടികളുടെ പരീക്ഷാകാലം ആരംഭിക്കാൻ കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. പലർക്കും ഇപ്പോഴേ പേടിയും ടെൻഷനും തുടങ്ങിയിട്ടുണ്ടാകും. മുഴുവനും പഠിച്ചു തീർക്കാൻ പറ്റുമോ, നല്ല മാർക്ക് ലഭിക്കുമോ എന്നൊക്കെയാണത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പരീക്ഷാ ദിവസങ്ങൾ അടുക്കും തോറും നമ്മളുടെ കുട്ടികൾക്ക് ഭയം കൂടും. അത് സാധാരണമാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ പരീക്ഷാ സമയം അടുക്കുമ്പോൾ അവർ ചെയ്യുന്ന ചില പ്രവർത്തികളായിരിക്കും അതിന് കാരണം. ഓർമ്മശക്തി നിലനിർത്താനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കാനും പഠനം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഉറക്കവും നല്ല ഭക്ഷണവും. പല കുട്ടികളും നേരിടുന്ന പ്രശ്നമായിരിക്കും പഠിച്ച കാര്യങ്ങൾ പരീക്ഷയാകുമ്പോഴേക്കും മറന്നു പോകുന്നു എന്നത്. എന്നാൽ ഇതത്ര നിസ്സാരമായി കാണരുത്. വിദ്യാർത്ഥികൾ പഠിച്ചത് ഓർമ്മിക്കുവാനും പരീക്ഷയിൽ വിജയിക്കാനും സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത്. രാത്രി മുഴുവനും ഉണർന്നിരുന്ന് പഠിക്കാൻ പാടില്ല. പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണ് രാത്രി മുഴുവനും ഉണർന്നിരുന്ന് പഠിക്കുന്നത്. രാത്രി മുഴുവനും ഉണർന്നിരുന്ന് പഠിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണമായി തോന്നുമെങ്കിലും പഠനങ്ങൾ പറയുന്നത് രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് ഇരിക്കുന്നത് കുട്ടികളുടെ ഓർമ്മശക്തി കുറയ്ക്കുകയും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് തലച്ചോറിന് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ സമയത്ത് നന്നായി വിശ്രമിക്കുകയും നേരത്തെ കിടന്നുറങ്ങുകയും വേണം. 2. പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. പരീക്ഷ ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കണം. എങ്ങനെ വേണം പഠിക്കാൻ, ഏത് വിഷയം ആദ്യം തിരഞ്ഞെടുക്കണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ കൃത്യമായ ഒരു കണക്കുകൂട്ടലുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ നന്നായി പ്ലാൻ ചെയ്ത് പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്കത് ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് എക്സാമിന് പോകാം. 3. മറ്റു കുട്ടികളുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഒരിക്കലും കുട്ടികളെ മറ്റു കുട്ടികളുമായി രക്ഷിതാക്കൾ താരതമ്യം ചെയ്യരുത്. അതുപോലെ കുട്ടികളും മറ്റ് സഹപാഠികളുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓരോരുത്തരുടെയും കഴിവുകൾ പലതായിരിക്കും. ചിലർക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും, എന്നാൽ മറ്റു ചിലർക്ക് സമയമെടുക്കാം. താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും. 4. ആരോഗ്യം ശ്രദ്ധിക്കണം. പരീക്ഷാ സമയത്ത് പലരും ആരോഗ്യം സംരക്ഷിക്കാൻ മറന്നു പോകുന്നു. ചിലപ്പോൾ പഠിക്കാൻ കൂടുതലുള്ളത് കൊണ്ട് സമയം ലാഭിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്നത് കാണാം. അതുപോലെ വെള്ളം കുടിക്കുന്നതിലും ശ്രദ്ധ കുറവ് കാണിക്കും. ഇങ്ങനെ വിദ്യാർത്ഥികൾ ചെയ്യുമ്പോൾ അവരുടെ പഠിക്കാനുള്ള ഊർജം നഷ്ടപ്പെടുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. 5. കൂട്ടുകാരുമായി ഒരുമിച്ചിരുന്ന് പഠിക്കാം. കൂട്ടുകാരുമായി ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സഹായിക്കും. ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് അവർ ഉത്തരം പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരീക്ഷാ സമയത്ത് അത് കൂടുതൽ പ്രയോജനമാകും. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിലും പ്രയോജനമായിരിക്കും ഈ രീതി. മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടി വിജയിക്കാനും കഴിയും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.